നമസ്കാരം, എല്ലാവർക്കും സോഷ്യൽ സ്ഫിയർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് എന്നിവയെക്കുറിച്ച് പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഫേസസിനെ കുറിച്ചാണ്. സോഷ്യൽ വർക്ക്, സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ പ്രയോജനകരമാകുന്ന വീഡിയോയാണിത്. വളരെ ലളിതമായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക് മുതലായ സോഷ്യൽ വർക്ക് മെത്തേഡ്സിൻ്റെ ഫേസസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഫേസാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായും 7 ഫേസസ് ആണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലുള്ളത്. ഒന്നാമത്തേത് സ്റ്റഡി, രണ്ടാമത്തേത് അനാലിസിസ്, മൂന്നാമത്തേത് അസസ്മെൻറ്റ്, നാലാമത്തേത് ഓർഗനൈസേഷൻ, അഞ്ചാമത്തേത് ആക്ഷൻ, ആറാമത്തേത് ഇവാലുവേഷൻ, ഏഴാമത്തേത് മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ. ഓരോ ഫേസസിനെ കുറിച്ചും വ്യക്തമായിട്ട് പരിശോധിക്കാനാണ് ഇനി നമ്മൾ പോകുന്നത്. ആദ്യത്തേത് സ്റ്റഡി. കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഘട്ടമാണിത്. ഇതിൽ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ, അവിടെ ഉള്ള റിസോഴ്സസ്, അതുപോലെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. സർവേകൾ, അഭിമുഖങ്ങൾ, അതുപോലെ തന്നെ നിലവിലുള്ള ഡാറ്റയുടെ വിശകലനം മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേതാണ് അനാലിസിസ്. ശേഖരിച്ച ഡാറ്റയിൽ നിന്നുള്ള മോഡൽസും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തുന്നതാണ് ഈ ഫേസിൽ പെടുന്നത്. മൂന്നാമത്തേത് അസസ്മെൻ്റ് ആണ്. കമ്മ്യൂണിറ്റി പ്രശ്നം അഭിമുഖീകരിക്കാൻ എത്രത്തോളം ശേഷിയുള്ളതാണെന്ന് വിലയിരുത്തുന്ന ഘട്ടമാണിത്. കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടുമെല്ലാം ഇതിൽ പരിഗണിക്കുന്നുണ്ട്. അതായത് സ്വോട്ട് അനാലിസിസ് നടത്തുന്നുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. നാലാമത്തേതാണ് ഓർഗനൈസേഷൻ. ഒരു പദ്ധതിക്ക് രൂപം നൽകുന്ന സമയത്ത് അതിൻ്റെ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളെ ഇതിലേക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു അവബോധമൊക്കെ നൽകുന്ന ഈ ഒരു ഘട്ടത്തെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലാണ് പ്ലാനിങ്ങുകളൊക്കെ രൂപപ്പെടുത്തുന്നത്. അഞ്ചാമത്തേത് ആക്ഷൻ, അതായത് തയ്യാറാക്കിയ പ്ലാനും ഒക്കെ നടപ്പിലാക്കുന്ന ഘട്ടമാണിത്. ആറാമത്തേത് ഇവാലുവേഷൻ, അതായത് പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി വിലയിരുത്തുകയും പുരോഗതി പരിശോധിക്കുകയും മെച്ചപ്പെടുത്തേണ്ട മേഖലയെ തിരിച്ചറിയുകയും ചെയ്യുന്ന ഘട്ടമാണിത്. ഏഴാമത്തേത് മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ, അതായത് നേരത്തെ നടത്തിയ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ പദ്ധതി പരിഷ്കരിക്കുകയും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തുടർന്നു കൊണ്ട് പോവുകയോ ചെയ്യുന്നു. കൂടാതെ പുതിയ എന്തെങ്കിലും ആവശ്യങ്ങൾ അതിനകത്ത് വരികയാണെങ്കിൽ അതിനെ പരിഗണിച്ചും പുതിയ നിലപാടുകൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് സ്വീകരിച്ചും ഒക്കെ അതെന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ആയിട്ട് പോകുന്നു. ഇതാണ് മോഡിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ എന്ന ഫേസിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.